Mr. Shashi sir, our principal, welcome sir. And I also welcome Mr. Raghu sir, our vice principal. And I also welcome all our teachers, parents, and our little ones. Welcome you all. To make this occasion feel special, our little stars have prepared a welcome song. Let's enjoy it together. स्वागत करे
ഹരി ഓം. ഇന്ന് നേരിട്ട് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1975 ജാൻസൺ കോളേജിൽ കണ്ടിരുന്നത്. ഞാൻ 78 ഇവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ പോയി ഇന്നോവേഷൻ വനിതാ കോളേജായി മാറി. പിന്നെ വിദ്യാലയം കണ്ടു. ആ 12 ഏറ്റവും നല്ല നിലയിൽ നടന്നു വരുന്ന ഒരു സ്ഥാപനമാണ് കൽപ്പന. ഞാൻ വിദ്യാലയത്തിലെ കണ്ടു കഴിയുമ്പോൾ വിദ്യാലയത്തിലെ ആദ്യത്തെ അഡ്മിഷൻ ഡോക്ടർ മകനായിരുന്നു. കാര്യങ്ങളും ഇവിടെ പഠിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കണ്ടാലും അതിന് വേദിയിൽ എത്തുന്ന പ്രിൻസിപ്പാളും ജമ്മുവായിട്ടും അവർ എഴുന്നിട്ടുണ്ടാൽ ആദ്യത്തെ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസിനെ സഭയിലേക്ക് സ്വാഗതം. തന്നെയാണ് താമസിക്കുന്നത്. ഇത്തരത്തിലുള്ള ഓരോ പ്രോഗ്രാംസിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഡിസംബർ 5-ാം തീയതി ആനുവൽ ഡേ ആണ്. അന്നും എല്ലാവരും വരണം. ഡിസംബർ 5, 6 തീയതികളിൽ ഈ വർഷത്തെ ആനുവൽ ഡേ ആണ്. 5-ാം തീയതി KG കുട്ടികളുടെ ആനുവൽ ഡേ ആണ്. 6-ാം തീയതി 1 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ ആനുവൽ ഡേ ആണ്. അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇനിയും വേണം എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസ് പിരമിഡ്. ഇത്ര ടൈമിനുള്ളിൽ ഇത് സെറ്റ് ചെയ്യുന്നവർക്കാണ് പ്രൈസ്. അപ്പൊ താല്പര്യമുള്ളവർ മുന്നോട്ട് വരിക. ആദ്യം 2 പേര്. ഏറ്റവും താഴെ ഡൗൺ പോർഷന് താഴെ 7 ഗ്ലാസ് വെക്കുക. അതിന് മുകളിൽ 6, 5, 4, 3 അങ്ങനെ കുറഞ്ഞു വന്ന് ഗ്ലാസ് പിരമിഡ് ഉണ്ടാക്കുക. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഗിഫ്റ്റ് ഇതാ, ഒരു മിനിറ്റ്. നമ്മളെ വക ശരി. ഒരു ക്വസ്റ്റിനും കൂടി ഉണ്ട്. ഇതൊരു കടങ്കഥയാണ്. എഴുത്തുണ്ട്, പുസ്തകമല്ല. ചിത്രമുണ്ട്, ചുവരില്ല. വട്ടത്തിലാണ്, ചക്രമല്ല. എഴുത്തുണ്ട്, പുസ്തകമല്ല. ചിത്രമുണ്ട് ഇതിന് തന്നെ, പക്ഷെ അത് ചുമരൊന്നുമല്ല. വട്ടത്തിലാണ്, ചക്രമല്ല. പക്ഷെ നമ്മുടെ ബ്ലൂ വേണമെങ്കിൽ നമ്മളെല്ലാവരുടെ കയ്യിലും അതുണ്ട്. വെരി ഗുഡ്. നാണയം.
അടുത്തതായി ശരിക്കും ശ്രദ്ധിക്കുക, ഏറ്റവും താഴെ 7 ഗ്ലാസ് വേണം. കുഞ്ഞിനാണ് ഫസ്റ്റ് പ്രൈസ്. വിജയിച്ചത് ഞാനാണ്. വിജയിച്ചെന്ന് വെച്ചാൽ അതിൽ വിത്ത് ശേഖരിച്ചത് 20 സെന്റിൽ 12 കിലോ വിത്ത് ശേഖരിച്ചു. അതിൽ ഏറ്റവും മുൻപന്തിയായി നിന്നത് ഞാനാണ്. അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് പ്രധാനമന്ത്രിയുടെ കത്ത് വന്നു, ഒരു പങ്കെടുക്കണം പറഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ എല്ലാ ചെലവിലും ഞാൻ പോവും, അങ്ങോട്ട് വരികയും ചെയ്തു. അടുത്ത് വെച്ച് പ്രധാനമന്ത്രിയെ കണ്ടു. ശ്രീലക്ഷ്മിയുടെ അമ്മമ്മയാണ്, ശ്രീലക്ഷ്മിയാണ് കൊടുക്കുന്നത്. ഓക്കെ, ശാരദാമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ആദിതേ.
ചോദ്യത്തിന് ഉത്തരം ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ചെവിയിൽ പറയും. ഞങ്ങൾ ഇവരോട് ചോദിക്കും. സെയിം ഉത്തരാണെങ്കിൽ മനസ്സിലാക്കി, ഇല്ലേ വീട്ടിൽ പോയാലും അപ്പൊ നമ്മൾ ചോദിക്കട്ടെ. അപ്പോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഒച്ചത്തെ പറയണ്ട, ചെവിയിൽ പറഞ്ഞാൽ ടീച്ചേഴ്സ് വരും. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് എന്നോട് അമ്മ പറഞ്ഞു. നമുക്ക് ചോദിക്കാം, ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ അമ്മയ്ക്ക്? എന്നോട് അമ്മ പറഞ്ഞ ഉത്തരവാണേ ദോശയും സാമ്പാറും. സാറ് ചോദിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇഷ്ടപ്പെട്ട കളർ? കരിമ്പച്ച. തീരെ ബന്ധമില്ലാത്ത കളറായിട്ട്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഷ്ടപ്പെട്ട് പോവാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും അല്ലെ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരിക്കൽ അവിടെ പോണം എന്നുള്ള. അതെയാ? അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും എല്ലാവർക്കും. അതാണ് ഈ പറയുന്നത്. അവർക്ക് ഫാമുകളിൽ കൃഷി സ്ഥലങ്ങളിൽ കാണാൻ സെയിം തന്നെ പറഞ്ഞത് ഫാമിലുള്ള ഫോൺ നടക്കുന്നത്. കൽവിളക്കുകൾ പാടി നിൽക്കവേ എന്തു നൽകുവാൻ 1987 1986 തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സഹായം അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി. ബന്ധു ആരി ചക്രവാരി. ഇപ്പോൾ തീരുമാനമായി ബന്ധുവായി സത്യവാരി.
അമ്മമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോദിക്കുമ്പോ സാറ് പറഞ്ഞു അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾ അവസരമേ ഇത്രയും നേരം പതുക്കെ ഓടിയതാണ്, ഓടിക്കൊള്ളാൻ റെഡിയല്ലോ.
സംഗമം തന്നെയായിരുന്നു അല്ലേ? അത് വളരെയധികം എൻജോയ് ചെയ്തു. നമ്മൾ ഈ എന്താണ് മറവിയിലേക്ക് മാറാലേക്ക് പിന്നിലേക്ക് ഒളിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതൊരു റിവൈവലാണ്, ഒരു റിവൈവിയാണ് ചെയ്യുന്നത്. ഇത് ഒരുക്കി തന്നു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തോടും ഈ വിദ്യാലയത്തോടും കൊച്ചുമക്കളോടും അല്ലേ, കൊച്ചുമക്കൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതിന് ജഗദീശ്വരനോടും ആദ്യമായിട്ട് നന്ദി പറയട്ടെ. അതോടൊപ്പം ഇത്തരം ഒരു സംരംഭം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള എഫർട്ട് എന്താണെന്നുള്ളത് നല്ലതുപോലെ അനുഭവിച്ചറിഞ്ഞതാണ്. ഞാനൊരു 33 വർഷം ടീച്ചിങ് പ്രൊഫഷനിൽ കഴിഞ്ഞ റിട്ടയർ ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലുള്ള എഫർട്ടിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്ന് മനസ്സ് കൊടുത്ത് ഇത്രയും ഭംഗിയായ രീതിയിൽ ഈ ചടങ്ങ് ഈ സംഭവമാക്കി മാറ്റിയതിന് അവരോട് ഞാൻ നന്ദി പറയുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇനി എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്? സന്തോഷമാണോ, സ്നേഹമാണോ, അഭിനന്ദനമാണോ, എല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞോന്ന് ഞാൻ ഈ സമയത്ത് വന്നിരുന്നു. ഇനി എന്താണെന്ന് തോന്നിയില്ല. കാരണം എൻ്റെ മോള് UKG ആയി, അടുത്ത് 1ാം ക്ലാസ്സിലേക്ക് പോകുന്നു. ഇനി ഉണ്ടാവുന്ന മെച്ചപ്പെട്ടി ട്രെയിനിലേക്കാണ്. അതുകൊണ്ട് ഇനി ഉണ്ടാവുന്ന എനിക്ക് തോന്നില്ല. ഈ 2 കൊല്ലം അതിഗംഭീരമായ പ്രോഗ്രാമായിരുന്നു നടത്തിച്ചത് എന്ന് പറയാനുള്ളൂ. എല്ലാവരും ആശംസകളും അതോടൊപ്പം എല്ലാവരും നന്ദിയും എന്നെയും ഗ്രാൻഡ്ഫാദേഴ്സിനെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാവരും സഹകരണം സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു. അവർക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇതേവരെ വീണ്ടും സർവേശ്വരൻ ഇതേപോലത്തെ പരിപാടി ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ സ്കൂളിലും ഇതിനെ സംഘടിപ്പിച്ച ടീച്ചേഴ്സിനും നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം. വന്നുകൊണ്ട് എൻ്റെ 15ാം വയസ്സിൽ എൻ്റെ അച്ഛനോട് ചായപ്പടി ആ ചായക്കടയിൽ ഞാൻ കുറേ കണ്ടുപോയി. അപ്പോൾ ഇവിടെ തിരുമ്മിയ കോളേജായിരുന്നു, തിരുമ്മിയ കോളേജായിരുന്നു. ആ കോളേജ് അവിടെ FICത്തിൻ്റെ ഔദ്യോഗിക ആദ്യത്തെ ബിൽഡിംഗ്, അത് പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതിന് നേരത്തെ പ്രധാനപ്പെട്ട പോലെ പിന്നെ വനിതാ കോളേജായി, അത് വലിയ സ്കൂളായി. അപ്പോൾ ആ സമയത്ത് തിരുമ്മിയ കോളേജിൽ ഞാൻ ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് ചക്രവാടിയത്ര അതേയല്ല. അപ്പോൾ അങ്ങനെയാണ് തലപ്പുറമായിട്ടുള്ള ബന്ധം. പിന്നീട് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറായി. കുറേ കാലം 79 ഞാൻ ലൈസൻസ് എടുത്ത് കുറേ കാലം ഓട്ടോറിക്ഷ കളിപ്പം ഓടിച്ചു. അവിടെ നിന്ന് ഞാൻ ഗ്യാസ് ഏജൻസിയിലേക്ക് പോയി. 1 വർഷം ഗ്യാസ് ഏജൻസിയിൽ ഞാൻ കുറേ കാലം ജോലി ചെയ്തു. അപ്പോൾ 87 ഞാൻ കല്യാണം കഴിച്ചത്. ചെറിയൊരു ലവ്മേജായിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് 2 മക്കളായി. അവിടെ ഇവിടെ കണ്ണൂർ CA ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അവളുടെ ഭർത്താവ് ഇവിടെ ചെറിയ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ഇവിടെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി കയറി. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി കുറേ കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് റിട്ടയർഡായിരുന്നു. വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ കുട്ടികളുടെ രക്ഷാകർത്താക്കൾ കൂടി ചേർന്ന് ഇവിടെ നടത്തിയ പരിപാടി എല്ലാവരും പങ്കെടുത്ത എല്ലാവരെയും വിദ്യാലയത്തിൻ്റെ പേരിലും ഭാരവാഹികളുടെ പേരിലും രക്ഷാക്കന്മാരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.